ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8ലെ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ ഡിവിഷൻ മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പല രീതിയിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലേ? അതിലെ ഒരു മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 3136 യൂസിങ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ നമ്പർ എഴുതുന്നു 3136. ഇനി ചെയ്യേണ്ടത് ബാർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏറ്റവും റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് വേണം നമ്മൾ രണ്ട് നമ്പറായിട്ട് പെയർ ചെയ്തിട്ട് അതിൻ്റെ മേലെ ബാർ ഇട്ട് കൊടുക്കുക. ഇനി അവരെ നമുക്ക് ഒരു ബോക്സിലേക്ക് ആക്കാം. അതാണല്ലോ ഡിവിഷൻ മെത്തേഡ്. ഇനി ഏറ്റവും ലെഫ്റ്റ് ഹാൻഡിൽ ബാറിൽ വരുന്ന അടിയിൽ വരുന്ന നമ്പർ നോക്കുക. ഇവിടെ എന്താ വരുന്നത്? 31. ഇനി 31 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ? അല്ല. അപ്പോൾ 31നേക്കാൾ ലെസ് ആയിട്ട് വരുന്ന ഏറ്റവും 31ൻ്റെ അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 25. 25 എന്ന് വെച്ചാൽ 5ൻ്റെ സ്ക്വയർ. അപ്പം നമ്മുടെ ഡിവൈസറിൻ്റെ അവിടെയും കോഷ്യൻ്റിൻ്റെ അവിടെയും നമ്മൾ 5 ഇട്ട് കൊടുക്കുന്നു. ഇനി 25 എവിടെ എഴുതണം? 31ൻ്റെ നേരെ താഴെ എഴുതുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 31ൽ നിന്ന് 25 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി പുതിയ ഡിവിഡൻറ്റ് എഴുതാനായിട്ട് നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡിജിറ്റാണ് താഴേക്ക് എടുത്തെഴുതുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ആ ബാറിൻ്റെ അടിയിൽ വരുന്ന നമ്പർ മുഴുവനും താഴേക്ക് എഴുതണം. അപ്പോൾ 36 എടുത്ത് താഴേക്ക് എഴുതി. അപ്പോൾ 636 ആണ് നമ്മുടെ പുതിയ ഡിവിഡൻറ്റ്. ഇനി നമ്മുടെ പുതിയ ഡിവൈസർ എന്താണ്? അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഷ്യൻ്റ് നോക്കുക. 5 ആണ് കോഷ്യൻറ്റിനെ ഡബിൾ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 10. ഇനി 10ൻ്റെ സൈഡിലൊരു ഡാഷ് ഇട്ട് കൊടുക്കുക. ഇനി 10ൻ്റെ സൈഡിൽ ഡാഷ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നമ്മളൊരു നമ്പർ ഫില്ല് ചെയ്യണം. ആ നമ്പർ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ എന്ത് നമ്പർ ഇട്ട് കൊടുക്കുന്നു ആ സെയിം നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അതായത് 101 ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 1 വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 102 ആണെങ്കിൽ 2 വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 636നെ കിട്ടാൻ എന്ത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്ന് നമ്മളൊന്ന് ഗസ് വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 106 ഇട്ട് ചെയ്താലാണ് കിട്ടുക. അപ്പോൾ 6 × 6 ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. ഇനി 6 × 1 6. അപ്പോൾ ഇത് കുറേ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്ത് നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 636 എഴുതുക, ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 0 കിട്ടും. റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ഏതാണ്? 56. 56 ആണ് നമ്മുടെ 3136 എന്നുള്ള നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 42.25 യൂസിങ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡെസിമൽ നമ്പറാണ് 42.25. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബാർ ഇട്ട് കൊടുക്കണം അല്ലേ? പെയറാക്കി ബാർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹോൾ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും റൈറ്റ് ഹാൻഡിൽ പോയിട്ട് രണ്ട് നമ്പറായിട്ട് പെയറാക്കിയിട്ട് ബാർ ഇട്ട് കൊടുക്കുക. ഇനി ഡെസിമൽ നമ്പർ ആണെങ്കിൽ നമ്മൾ ഈ ഡെസിമൽ പോയിൻ്റിൻ്റെ അവിടെ നിന്നാണ് റൈറ്റിലേക്കാണ് പെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പെയർ ചെയ്തു 25 ഒരു ബാർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ നമ്പറിനെ ഒരു ബോക്സിലാക്കാം. ലെഫ്റ്റ് എൻഡിലെ ബാറിൻ്റെ അടിയിലുള്ള നമ്പർ നോക്കുക. ഇത് 42 ആണ്. 42 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 36. 36 എന്ന് വെച്ചാൽ 6ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഡിവൈസറിലും കോഷ്യൻ്റിലും 6 എഴുതുക. ഇനി 36 42ൻ്റെ താഴെ എഴുതുക, സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 42 നിന്ന് 36 പോകുമ്പോൾ എന്ത് വരും? 6. ഇനി ഡെസിമൽ പോയിന്റ് മുമ്പുള്ള ഡിവിഷൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത 25നെയാണ് നമ്മൾ താഴേക്ക് എഴുതണം. കാരണം ഒരു ബാറിൻ്റെ അടിയിൽ വരുന്ന നമ്പറിന് മുഴുവനായിട്ട് നമ്മൾ താഴേക്ക് എഴുതണം. അതാണ് നമ്മുടെ പുതിയ ഡിവിഡൻറ്റ്. അപ്പോൾ 625 ആണ് നമ്മുടെ പുതിയ ഡിവിഡൻറ്റ്. ഇനി നമ്മുടെ പുതിയ ഡിവൈസർ അതെങ്ങനെയായിരിക്കും? നമ്മുടെ കോഷ്യൻറ്റിനെ ഡബിൾ ചെയ്യുക, 12. റൈറ്റ് സൈഡിൽ ഒരു ഡാഷ് ഇട്ട് കൊടുത്തു. ഇനി 625 12ൻ്റെ സൈഡിൽ എന്ത് നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 625 ഇട്ട് നോക്കാം. അപ്പോൾ 5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 125 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 625 കിട്ടും. അപ്പോൾ അവിടെ 5 ഫില്ല് ചെയ്യുക, കോഷ്യൻ്റിൻ്റെ അവിടെയും 5 ഫില്ല് ചെയ്യുക, 625 എഴുതി സബ്ട്രാക്ട് ചെയ്തു. നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ 0. അപ്പോൾ നമ്മുടെ 42.25ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 6.5. ഇനി നിങ്ങൾക്കുള്ള 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.